ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബ്രസ VXi വേഴ്സസ് ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ്. എനിക്ക് ഈ ഓണത്തിന് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ഈ രണ്ട് വാഹനങ്ങളും തമ്മിലാണ്. ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് എടുക്കണോ അതോ ഞാൻ കുറച്ചും കൂടി പൈസ എടുത്തിട്ട് ബ്രസയുടെ VXi എടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. രണ്ട് വാഹനങ്ങളും എൻ്റയർലി ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ്. പലർക്കും ഇപ്പോഴും ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ളതും ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലാണ്. പ്രൈസ് ആണെങ്കിൽ ഫ്രോങ്സിന്റെ മാനുവൽ വേരിയന്റും ബ്രസയുടെ VXi മാനുവൽ വേരിയന്റും തമ്മിൽ ഏകദേശം 1,20,000 രൂപയുടെ ഡിഫറൻസും, ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റും ബ്രസയുടെ VXi ഓട്ടോമാറ്റിക് വേരിയന്റും തമ്മിൽ ഏകദേശം 2,70,000 രൂപയുടെ ഡിഫറൻസും ഉണ്ട്. ഈ 2,70,000 രൂപ കൂടുതൽ കൊടുത്തിട്ട് ബ്രസ VXi എടുക്കണോ അതോ ഫ്രോങ്സ് മതിയോ? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് കൂടുതൽ വാല്യൂ ഫോർ മണി, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയന്റ്, ഫ്രോങ്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഫ്രോങ്സിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇറങ്ങുന്ന കളർ ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ്. ഈ വാഹനത്തിന് നമ്മൾ പറയുന്ന പ്രൈസ് ഏകദേശം 10,10,000 രൂപയാണ്. ബ്രസ VXiയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ZXi വേരിയന്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു വേരിയന്റ് VXi ആണ്. VXiയിൽ തന്നെ ഇപ്പോൾ ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ വന്നപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. ഫ്രോങ്സിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് നമുക്ക് ഫ്രോങ്സ് തരുന്നത്. ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് 3 ജുവൽ ടൈപ്പിന്റെ DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്നാൽ LED ഹെഡ്ലൈറ്റുകളാണ്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. നമ്മൾ ഫ്രണ്ടിൽ സുസ്കിയുടെ ഒരു വലിയ ലോഗോ കൊടുത്തിരിക്കുന്നു. ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസ VXi വേരിയന്റ് ZXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ZXi പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ LXi ആൻഡ് VXi സിമിലർ ലുക്കാണ്. ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റോ സംഭവങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്, പക്ഷേ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് DRL ഒന്നും തന്നെ വരുന്നില്ല. അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും ഫുൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യണം. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ആണ്. ഫ്രോങ്സിൽ 190 ആകുമ്പോൾ ബ്രസയിൽ 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിന് നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 195, 60/16 ആണ് ടയർ സൈസ്. ബ്രസയിൽ നമുക്ക് 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടയർ സൈസിൽ വ്യത്യാസമുണ്ട്. 205 സെഷൻ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറിലെ അലോയ് വീൽസ് ആണ്. അതിനകത്തൊരു വീൽ കപ്പ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് മിറേഴ്സ് കാര്യങ്ങളിൽ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ആ രണ്ട് വാഹനങ്ങളിൽ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബ്രസയിൽ റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ടോപ്പിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാനായിട്ട് പറ്റും. ഫ്രോങ്സിലും റൂഫ് റെയിൽസ് വരുന്നുണ്ട്, പക്ഷേ ഷാർഫിൻ ആൻറ്റിനയാണ്. പക്ഷേ സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും രണ്ട് വാഹനത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം നമ്മളുടെ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് തന്നെയാണ്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു പക്ക SUV ലുക്ക് എന്തുകൊണ്ടും കിട്ടുന്നത് ബ്രസയിലാണ്. ബ്രസയുടെ VXi വേരിയന്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ആകെ മിസ്സിംഗ് ഉള്ളത് നമ്മളുടെ ബാക്കിലെ ആ ഒരു വൈപ്പർ മാത്രമാണ്. വൈപ്പറും കൂടി ഉണ്ടെങ്കിൽ പക്ക ഒരു ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ് ഈ വാഹനം തരുന്നത്. ഫ്രോങ്സിലേക്ക് വന്നാലും നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്നത് ബാക്കിലെ വൈപ്പർ മാത്രമാണ്. ഫ്രോങ്സിൻ്റെ ടോപ്പ് എൻഡിൽ നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് ഉണ്ട്. ആ കണക്റ്റഡ് ടൈലൈറ്റ് ഈ വേരിയന്റിൽ ഫംഗ്ഷനിലല്ല. അത് മുഴുവൻ പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡിഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. LED ടൈലൈറ്റുകളാണ്. താഴെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ബാക്കിൽ നമുക്ക് ഡിഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. ബ്രസ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഫുൾ LED ആയിട്ട് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ. താഴെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് രണ്ട് വാഹനത്തിലും വരുന്നത്. ബ്രസയുടെ VXi വേരിയന്റിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. ബാക്കിൽ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് സ്പെയർ വീല് സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് 328 ലിറ്ററാണ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റും ഈ VXi വേരിയന്റിൽ ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൻ്റെ ബൂട്ട് സ്പേസ് 310 ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയിട്ടുള്ള ബൂട്ടുകളാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ബൂട്ടാണ്. മറ്റേത് കുറച്ചും കൂടി സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള ബൂട്ടുകളാണ്. അത്യാവശ്യം ലോഡിംഗ് ലിപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബ്രസയിൽ പാഴ്സൽ ട്രേ ഇല്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രോങ്സിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 3 ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡും നമുക്ക് ആ ഒരു 3 ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു.
ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. ഫോട്ടോ പവറിൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിൽ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഡ്രൈവർ സീറ്റാണ്, പക്ഷേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് മാനുവൽ വേരിയൻ്റ് ആണ്, ഡെഡിക്കേറ്റഡ് ഹെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു SUV ലുക്ക് ഒന്നുമല്ല ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ഹാച്ച് ബാക്കിൻ്റെ ഒരു ലുക്കാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലാണെങ്കിലും മാരുതിയുടെ ആ ഒരു സെക്കൻഡ് വേരിയൻറ്റിലെ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ്. മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് സ്പീഡോമീറ്റർ, ആർപിഎം അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. നമുക്ക് ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ്, പക്ഷേ സ്മാർട്ട് പ്ലേ പ്രോ ആണ്. ഇതിനകത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വിത്ത് 4 സ്പീക്കറോട് കൂടിയ സിസ്റ്റമാണ്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത്. നടുക്കാട് ഹസാർ ലൈനിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. നമുക്ക് USB കണക്ട് ചെയ്യാനും 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ്, ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. അപ്പോൾ അകത്തു നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക ഒരു എന്താ പറയുക, ബലേനോ, ഒരു കുറച്ചും കൂടി ഉയരം കൂടിയ ബലേനയുടെ അകത്ത് കയറിയിരിക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സീറ്റൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ്. ബ്രസൈഡ് ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കിയാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. 2 വാഹനങ്ങളുടെയും കീ എക്സാക്ട് സിമിലർ കീ ആണ് വരുന്നത്. കീയിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ പവർ വിൻഡോന്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ് കാര്യങ്ങൾ. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബ്രസ VXI വേരിയന്റ് തൊട്ടേ നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഹെഡ് പെഡൽ കാണാം. പിന്നെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വേരിയന്റിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രോങ്സിൽ നിന്ന് ബ്രസയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു SUV ആണ് എന്ന് ഫീൽ ചെയ്യും. കാര്യം അത്യാവശ്യം നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ ബോണറ്റ് എല്ലാം കണ്ടാണ് നമ്മൾ ഈ വാഹനത്തിലിരിക്കുന്നത്. ഇപ്പോൾ ഡാഷ്ബോർഡ് ആണെങ്കിലും അതിൻ്റെ ലേഔട്ട് ആണെങ്കിലും ഒരു SUV ലുക്കാണ് ഈ വാഹനം നമുക്ക് ശരിക്കും തരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോങ്സിൽ കണ്ട സിമിലർ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഫ്ലാറ്റ് ബോട്ടം ബ്ലാക്ക് കളർ സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നത് കാണാം. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഇതിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമിലർ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, RPM അനലോഗ് ആയിട്ട് അടുത്ത ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ഇതിൽ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫീച്ചേഴ്സും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണലി പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് വരുന്നുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ഒഴിവാക്കിയതോടുകൂടി സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഇംപ്ലോസ് ഒന്നും നമുക്ക് മാനുവലിൽ വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റമാണ്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയേർഡ് ആണ്. ഫ്രോങ്സിൽ വയർലെസ് ആണ്. അതാണ് ഒരു ഡിഫറൻസ്. ഈ പോർഷൻസ് എല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹസാർഡ് ലൈനിന്റെ ബട്ടൺ ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. താഴേക്ക് വന്ന് 12 വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഗിയർ ലിവർ കാണാം. എന്നിട്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റർ ആംബ്രസ്റ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ആണ്. അതിന്റെ ഒരു ബാഡ്ജിംഗ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ സൺവൈസസ് വിത്ത് മിറർ, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs. ഡ്രൈവർ സൈഡിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ബ്രസയുടെ ബാക്ക് സീറ്റിലെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഡോർ തന്നെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ്സ് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. ഡോർ പാഡ് എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. അതെല്ലാം ജസ്റ്റ് ഡമ്മി പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് ഹെഡ് റൂം കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ബ്രസയിലാണ് കിട്ടുക. ബ്രസയിൽ ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പക്ഷേ സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ പാഴ്സൽ ട്രെയും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്,
3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്, ഐസോഫി ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 3 to 4 സെൻറ്റിമീറ്ററിൻ്റെ ഹെഡ് റൂമാണ് ബാലൻസ് കാണുള്ളൂ. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബ്രസ ആൻഡ് ഫ്രോങ്സ് സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആൻഡ് സോളിഡ് ആയുള്ള വാഹനമായിട്ട് നിങ്ങൾക്ക് 100% ബ്രസ ഫീൽ ചെയ്യും. കാരണം ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ബ്രസ. ഇപ്പോൾ 6 എയർ ബാഗ് ബേസ് വേരിയന്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. ഫ്രോങ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ഫ്രോങ്സ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ ഫ്രോങ്സിൽ. പിന്നെ ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് എല്ലാം ഫ്രോങ്സിലും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വാഹനത്തിൽ രണ്ടിലും കയറി ഇരിക്കുമ്പോൾ ഒരു സ്ട്രോങ് ആൻഡ് സോളിഡ് വാഹനമായിട്ട് നമുക്ക് 100% ബ്രസ ഫീൽ ചെയ്യും. ബ്രസയുടെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 103 HP ആണ് തരുന്ന പവർ. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. VXA വേരിയന്റ് മാനുവലിന് കമ്പനി പറയുന്ന മൈലേജ് 17 കിലോമീറ്റർ ആണ്. റിയൽ ലൈഫിൽ 13-14 ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. കാര്യം സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നില്ല. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 20 പറയുന്നുണ്ട്. 15-16 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഫ്രോങ്സിന്റെ ഒരു ഹൈലൈറ്റ് ഉള്ളത്. ഫ്രോങ്സിൽ എഞ്ചിൻ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ടയർ സ്റ്റാർട്ടുള്ള 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. 88 HP ആണ് പവർ വരുന്നത്. മൈലേജ് 24 എന്നാണ് കമ്പനി പറയുന്നത്. 24 അടുത്താണ് പറയുന്നത്. റിയൽ ലൈഫിൽ 18-20 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ മൈലേജ് നിങ്ങൾക്ക് ശരിക്കും ഒരു പെർ ലിറ്റർ പെട്രോളിന് ഒരു 3 തൊട്ട് 4 കിലോമീറ്ററുടെ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ഫ്രോങ്സിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക് വരുന്നത് AMT ആണ്. ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അല്ല. അതുകൊണ്ടാണ് ഈ വാഹനങ്ങളുടെ പ്രൈസിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നത്. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിലത്തെ പ്രൈസ് പ്രകാരം ഫ്രോങ്സിന് മാനുവൽ വേരിയന്റിന് ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയന്റിന് 10,10,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,70,000 രൂപയാണ്. ബ്രസയിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രസയിൽ മാനുവൽ വേരിയന്റിന് VXA മാനുവലിന് 11,30,000 രൂപ അടുത്താണ് പ്രൈസ് വരുന്നത്. 1,20,000 രൂപ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രസയ്ക്ക് കൂടുതലാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ബ്രസ ഓട്ടോമാറ്റിക്കിന് 13,40,000 രൂപ അടുത്താണ് പ്രൈസ് വരിക. അതായത് ഫ്രോങ്സിനേക്കാളും ഏകദേശം 2,70,000 രൂപ ഈ വാഹനത്തിന് കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ 2,70,000 രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ബ്രസ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് വാല്യൂ ഫോർ മണി. കാരണം രണ്ട് വാഹനവും 2 ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ഒന്നൊരു എന്താ പറയുക ഹാച്ച് ബാക്കിൻ്റെ ഒരു ക്രോസ് ഓവറും മറ്റൊന്ന് ഒരു പക്ക SUV ആണ്. ശരിക്കും SUV എന്ന് പറയുന്നത് നമ്മളൊരു 4x4 4 വീലറൊക്കെ പോകാൻ പറ്റുന്ന വാഹനമാണ്. പക്ഷേ ഇന്ത്യക്കാരുടെ ഒരു SUV എന്ന് ബ്രസേനെ പറയാം. അണ്ടർ സബ് 4 മീറ്റർ ആണ്. അത്യാവശ്യം കേപ്പബിൾ ആണ്. ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. ഈ എഞ്ചിൻ ട്യൂൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം പവർ കാര്യങ്ങൾ എഞ്ചിൻ തരുന്നുണ്ട്. ഒരു 100 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ നമുക്ക് ഈസിലി ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ലാഗ് അടിച്ചിട്ടാണ് ഈ എഞ്ചിൻ ഒന്ന് മൂവ് ആവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ZX ആൻഡ് ZX പ്ലസ് വേരിയന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് 13 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ ZX മാനുവൽ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ പക്ക വാല്യൂ ഫോർ മണിയാണ്. LED ഹെഡ്ലൈറ്റ്, DRL, സൺറൂഫ്, പിന്നെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, നമുക്ക് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഇന്റീരിയർ, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണത്തിന് അല്ലെങ്കിൽ ഓണത്തിന് ശേഷം 13 ലക്ഷം രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോപ്പർ SUV ലുക്കുള്ള വാഹനമാണ്. അത് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ബ്രസ VXA ഓട്ടോമാറ്റിക്കിൽ പോവുക. മാനുവൽ മതിയെങ്കിൽ VXA മാനുവൽ അല്ലെങ്കിൽ ZX മാനുവലിലേക്ക് പോവുക. അതല്ല നിങ്ങൾക്കൊരു ഹാച്ച് ബാക്കിൽ നിന്നൊരു ക്രോസ് ഓവറിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാഹനം ഒരു വാഗണാറാണ്, അതല്ലെങ്കിൽ ഒരു ഓൾട്ടോ ആണ്, അല്ലെങ്കിൽ സാൻഡ്രോ ആണ്, അതിൽ നിന്ന് നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് ആണ് നോക്കുന്നത്, നിങ്ങളുടെ ബഡ്ജറ്റ് 10 ലക്ഷം രൂപയാണ്, അതിൽ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസിലേക്ക് പോകാവുന്നതാണ്. ആ പ്രൈസിന് അതൊരു വാല്യൂ ഫോർ മണി കാറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആകെ മിസ്സിംഗ് ഉള്ളത് അതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല, റിവേഴ്സിൽ ക്യാമറ വരുന്നില്ല, ബാക്കിൽ വൈപ്പർ വരുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളും ആ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വൈപ്പർ വെച്ച് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും റിവേഴ്സ് ക്യാമറ ഒക്കെ നമുക്ക് ആക്സസറൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓണം സ്പെഷ്യൽ വീഡിയോ. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമൻറ്റുകളാണ് ബ്രസ VXA എടുക്കണം, ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് എടുക്കണമെന്നുള്ളത്. ഈ പ്രൈസ് ഫ്രോങ്സിൽ നിന്ന് ബ്രസയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, അത് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടിയും പറയുന്നു, നിങ്ങളുടെ ബഡ്ജറ്റ് 11 ലക്ഷം രൂപയുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വേണം, 13 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ട്,
എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രസയിലേക്ക് പോവാം. അതുകൊണ്ട് ഒന്നുകൊണ്ടും വറിയിടാവേണ്ട കാര്യമില്ല. ഫ്രോങ്സിൻ്റെ ചിലപ്പോൾ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് സീറ്റ കിട്ടുമായിരിക്കും, പക്ഷേ അതിലും മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമാണ് ബ്രസ. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു കോമ്പാക്ട് SUV-കളിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി കാറും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനവും നമ്മളുടെ ബ്രസ തന്നെയാണ്. അപ്പോൾ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഓണം കഴിഞ്ഞു വരുന്നു, ഓണത്തിൻ്റെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിൽ ടാക്സിൻ്റെ ഓഫർ കുറവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് വന്നേക്കാം. അടുത്ത മാസം വീണ്ടും എന്തായാലും കമ്പനി ഓഫറുകൾ കാര്യങ്ങൾ അനൗൺസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.